അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരങ്ങളെ, നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ മാറ്റിമറിക്കാൻ ഉപകരിക്കുന്ന വിലപ്പെട്ട 3 ഉപദേശങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സമയത്ത് പറഞ്ഞിട്ടുണ്ട്. വളരെ വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കാൻ ഉപകരിക്കുന്ന ഒരു കാര്യമാണത്. അതിലൊന്നെന്ന് പറഞ്ഞാൽ, നമ്മുടെ രഹസ്യവും പരസ്യവും എപ്പോഴും ഒന്നായിരിക്കുക എന്ന് പറഞ്ഞാൽ, നമ്മൾ ആളുകളിലൊക്കെ സൂക്ഷ്മത പാലിക്കുകയും സ്വകാര്യ സന്ദർഭങ്ങളും ജീവിതവും വരുമ്പോൾ അവിടെ സൂക്ഷ്മത ഇല്ലാതിരിക്കുകയും ചെയ്യുമ്പോൾ അതൊരു കാപട്യത്തിൻ്റെ ജീവിതമാണ്. നമുക്കൊരിക്കലും സമാധാനം ലഭിക്കില്ല. എവിടെയാണെങ്കിലും നമ്മൾ ഒറ്റയ്ക്ക് നമ്മുടെ ഫോണായിട്ട് സ്ഥലത്ത് ഇരിക്കുകയാണെങ്കിലും നമ്മൾ സൂക്ഷ്മത പാലിക്കുക. ഇത്തക്കില്ല ഹായിത്തുമാക്കുന്നു. എവിടെയാണെങ്കിലും നീ അള്ളാനെ സൂക്ഷിക്കുക. അത് വളരെയധികം അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു മാറ്റമാണ്. ഇന്നിപ്പോൾ നമ്മൾ കേൾക്കണ എന്താണെന്ന് വിചാരിച്ചാൽ, ഈ പുതിയ സാഹചര്യങ്ങളിലൊക്കെ വലിയ വലിയ രാഷ്ട്ര നേതാക്കന്മാരും വലിയ വലിയ നേതാക്കന്മാരൊക്കെ അവർക്കാരുമില്ലാത്തൊരു വിജനമായ സ്ഥലത്ത് സൗകര്യം ലഭിക്കുമ്പോൾ അതിക്രൂരമായ തിന്മകളിലൂടെ തങ്ങളുടെ മൃഗീയമായ താല്പര്യങ്ങൾ നിർവഹിക്കുന്ന ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കഥകളാണ് നമ്മൾ കേൾക്കുന്നത്. എത്ര അർത്ഥവത്താണ് പ്രവാചകൻ്റെ വാക്ക്, ഇത്തക്കില്ല ഹൈത്തുമാക്കുത്തി, എവിടെയാണെങ്കിലും നീ സൂക്ഷ്മത പാലിക്കണം. അപ്പോൾ നമ്മൾ എവിടെയാണെങ്കിലും നമ്മളെ സൂക്ഷ്മത കൈവിടാതെ ഈ റമദാൻ കൊണ്ടൊക്കെ നമ്മൾ നേടിയ തഖ്വകളെ ശരിയായി നിലനിർത്താൻ വേണ്ടി നമ്മൾ പരിശ്രമിക്കുക. രണ്ടാമത്തെ കാര്യം, മനുഷ്യനല്ലേ, എപ്പോൾ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ സംഭവിക്കുമല്ലോ. ഇപ്പോൾ എപ്പോഴെങ്കിലുമൊക്കെ വല്ല അപാകതകളും തെറ്റ് സംഭവിച്ചു നമുക്ക് തോന്നിയാൽ ഉടനെ നമ്മളൊരു നന്മ അതിന് പകരം ചെയ്യുക. ഒരു നല്ല വാക്കോ ഒരു ദാനധർമ്മമോ ഒരു എന്തെങ്കിലും ഒരു ആരാധനയോ ഒരു ദിക്റോ ഒരു ഇസ്തിഗ്ഫാറോ ഒരു നല്ല കാര്യം നമ്മൾ ചെയ്യും. അത്ബഅ സയ്യിഅത അൽ ഹസന, തിന്മയെ നന്മ കൊണ്ട് നീ തുടർത്തുക. ഒരു തിന്മ ചെയ്താൽ ഒരു നന്മ എന്ന് പറയുമ്പോൾ ജീവിതത്തിൽ എന്തൊരു വലിയ മാറ്റമായിരിക്കും അത്. കാരണം ഒരു തിന്മക്ക് ഒരു ശിക്ഷയുള്ളൂ, ഒരു നന്മക്ക് 10 ഇരട്ടി പ്രതിഫലമാണ് നമുക്ക് ലഭിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, പരിശ്രമിക്കുക. അപ്പോൾ നമ്മുടെ ലൈഫിൽ തന്നെ മാറ്റം വരും, നന്മകൾ ധാരാളമായി വർദ്ധിക്കും, നമ്മുടെ ജീവിത കാഴ്ചപ്പാടുകൾ തന്നെ മാറുന്ന ഒരു അവസ്ഥ ഉണ്ടായിരിക്കും. മൂന്നാമത്തെ കാര്യം, വഖാലിഖിൻ നാസ ബിഖുൽഖിൻ ഹസൻ, ജനങ്ങളോട് നല്ല സ്വഭാവത്തിൽ പെരുമാറുക എന്നുള്ളതാണ്. വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണത്. സ്വഭാവം നന്നാക്കാനൊരു പ്രശ്നമില്ല. നമ്മൾ വേറൊരാളോട് പെരുമാറുമ്പോൾ അയാൾക്കത് വിഷകരമായി തീരുന്നുണ്ടെങ്കിൽ നമ്മുടെ പെരുമാറ്റം മോശമാണ്. അതെങ്ങനെ മനസ്സിലാക്കുക? നമ്മൾ പെരുമാറിയതുപോലെ അയാൾ നമ്മോട് പെരുമാറുകയാണെങ്കിൽ എന്തായിരിക്കും? നമ്മളൊരാൾ ദേഷ്യപ്പെട്ടു, അതേമാതിരി നമ്മളോട് ഒരാൾ ദേഷ്യപ്പെടുകയാണെങ്കിലോ, നമ്മളൊരാളെ കുറ്റപ്പെടുത്തി, അതേപോലെ നമ്മളൊരാൾ കുറ്റപ്പെടുത്തുകയാണെങ്കിലോ, നമ്മളൊരാളോടൊരു ഉള്ളിൽ വെച്ചുള്ളൊരു സംസാരിച്ചു, അതേപോലെ വേറൊരാൾ നമ്മോട് പറയുകയാണെങ്കിലോ, അതുകൊണ്ട് തന്നെ നമ്മളോട് പെരുമാറാൻ ഇഷ്ടപ്പെടുന്ന രൂപത്തിൽ നമ്മൾ മറ്റോട് പെരുമാറിയാൽ നമ്മുടെ സ്വഭാവം നന്നാവും. ഏറ്റവും പ്രധാനം, ഒരാളെ വെറുതെ നമ്മൾ കുറ്റപ്പെടുത്താതിരിക്കുക. ജീവിതത്തിൽ ഏറ്റവും നല്ലൊരു ഗുണമാണത്. ഒരാളെ നമ്മൾ എന്ത് ചെയ്യുക, അനാവശ്യമായി കുറ്റപ്പെടുത്തുക, എന്താണിത്, എന്തിനാണിത് എന്നൊക്കെ ചോദിച്ച് ഒരാൾക്ക് നമ്മളെ കൂടെയോ നമ്മളോട്ട് വരാനോ സാധിക്കാത്ത ഒരു പ്രയാസമുണ്ടാക്കുന്ന ഒരവസ്ഥ ഉണ്ടാകാതിരിക്കുക. അതുകൊണ്ട് ഈ 3 മഹത്തായ സ്വഭാവങ്ങളെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാക്കാൻ നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശ്രമിക്കണം. ഏറ്റവും പ്രധാനം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് ഏറ്റവും സ്വഭാവത്തിൻ്റെ മാതൃക. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തൻ്റെ കൂടെ 10 വർഷം ഒരു സേവകനായി കൂടെ ഉണ്ടായിരുന്നു. സേവകൻ എന്നാൽ നമ്മൾ കാര്യങ്ങൾ പറയാനും ചെയ്യിപ്പിക്കാനുള്ള ആളല്ലേ. എന്നിട്ട് പോലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പോലും നീ എന്തിനത് ചെയ്തു, നീ എന്തിനത് ചെയ്തില്ല എന്നൊരു ചോദ്യം ചോദിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ സ്വഭാവം എത്ര മഹനീയമാണ്. അപ്പോൾ നമ്മുടെ ജീവിതത്തിലും അത്തരം നല്ല പെരുമാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശീലിക്കുക. അപ്പോൾ അത് നമ്മളൊരു വളരെ സ്വീകാര്യനായൊരു വ്യക്തിയായിരിക്കും. ആർക്കാണെങ്കിലും നമ്മൾ അത്രയും ഇഷ്ടമുള്ള ഒരാളായി തീരാൻ പറ്റും. നമ്മൾ എന്തൊക്കെ ചെയ്താലും സ്വഭാവം മോശമാണെങ്കിൽ ആളുകൾക്ക് നമ്മളെ ഇഷ്ടപ്പെടാനോ സ്നേഹിക്കാനോ അടുത്ത് പെരുമാറാനോ സാധ്യമല്ല. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരാൻ പരിശ്രമിക്കുക. അള്ളാഹു സഹായിക്കട്ടെ.